മക്കളെ, വെൽക്കം ടു സൈലന്റ് ലേണിംഗ്. അപ്പം മിസ് എന്നും പറയുന്ന പോലെ എന്റെ മിടുക്കന്മാരും മിടുക്കികളും ഇപ്പൊ നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് റെഡി ആയിട്ട് ഇരിക്കുവാണ്. എല്ലാവരുടെ കയ്യിലും പെന്നും ബുക്കും ഒക്കെ ഉണ്ടെന്ന് മിസ് അങ്ങ് വിശ്വസിക്കുക. ഇന്ന് നമ്മുടെ 4ാം ക്ലാസ്സിന്റെ EVSന്റെ ആദ്യത്തെ യൂണിറ്റ് ആയ എന്താ യൂണിറ്റിന്റെ പേര്? വയലും. എന്താ നമ്മുടെ യൂണിറ്റിന്റെ പേര്? വയലും വനവും അല്ലെങ്കിൽ ഫീൽഡ് ആൻഡ് ഫോറസ്റ്റ്. ആ പാഠഭാഗത്തേക്ക് നമ്മൾ കടക്കുക കേട്ടോ. അപ്പം ഈ ഒരു ചിത്രം നമ്മുടെ യൂണിറ്റിന്റെ പേര് മക്കൾ കാണുന്നില്ലേ? ആ യൂണിറ്റിന്റെ പേരോടൊപ്പം തന്നെ നിങ്ങൾ എന്തൊക്കെ കാണുന്നുണ്ട്? ഒരു ചെറിയൊരു മരത്തിന്റെ ഒരു ബ്രാഞ്ച്, ഒരു ശിഖരം കാണുന്നുണ്ട്. അവിടെ ആരാ ഉള്ളത്? ഒരണ്ണാനെ കാണുന്നുണ്ട്. പിന്നെ എന്താണ്? കുറച്ച് കൊക്കും പിന്നെ 2-3 കാക്കയാണോ 2 പക്ഷികളൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അതായത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്റെ മക്കൾ ഇപ്പൊ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ മിസ് ഇന്നത്തെ ക്ലാസ്സിൽ, മിസ് മാത്രമല്ല എന്റെ മക്കളും നമ്മളെല്ലാവരും കൂടി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ച് അവിടെ കാണുന്ന കുറച്ച് കാര്യങ്ങൾ വിലയിരുത്തി നമ്മൾ ചെറിയ ചെറിയ രീതിയിൽ നമ്മൾ പഠിച്ച് തുടങ്ങാൻ പോവാം. അപ്പൊ എല്ലാവരും റെഡി അല്ലേ മക്കളെ? റെഡി അല്ലേ? എന്നാ പിന്നെ നമുക്ക് നേരെ പാഠഭാഗത്തേക്ക് കിടക്കാം അല്ലെ? ഓക്കെ അല്ലേ? മക്കളെ നോക്കിക്കേ, ഇവിടെ ഇപ്പൊ മക്കൾ എന്താ കാണുന്നേ? മിസ് ഒരു അക്വേറിയത്തിന് മുന്നിൽ നിൽക്കുന്ന പോലെയുണ്ട്. മിസ്സിന് ചുറ്റും എന്താണ്? കുറേ കുഞ്ഞു മീനുകള്, ചെറിയ മീനുണ്ട്, വലിയ മീനുണ്ട്, അങ്ങനെ കുഞ്ഞു മീനുകളൊക്കെ ഇങ്ങനെ നീന്തി തുടിച്ചു പോകുന്നതായിട്ടൊക്കെ കാണുന്നില്ലേ? എന്നാ മക്കള് അടുത്ത ചിത്രം ഒന്ന് നോക്കിക്കേ. അതായത് ഈ ഒരു ചിത്രം നോക്കിക്കേ. ഇവിടെ എന്തൊക്കെയാ മക്കള് കാണുന്നേ? കുറച്ച് മീന് അല്ലെങ്കിൽ പലതരത്തിലുള്ള മത്സ്യങ്ങളെ കാണുന്നുണ്ട് ഇല്ലേ മക്കളെ? ഇതാണ്ടേ, ഇതൊരു മത്സ്യമാണ്. ഇതാണ് നമ്മുടെ സ്രാവ്. ഇത് വേറെ ഒരു മീനാണ്. അതുപോലെ തന്നെ മീനുകൾ മാത്രമേ കാണുന്നുള്ളൂ ഈ ചിത്രത്തില്? അല്ല, വേറെ എന്തൊക്കെ കാണുന്നുണ്ട്? ഇതാണ്ട് ഒരു കപ്പല്, ഇതാണ്ട് വേറൊരു കപ്പല്, അതായത് ഇതാണ്ട് ഒരു ചെറിയ ബോട്ട് അല്ലേ? അപ്പൊ നമ്മള് ഇവിടെ മത്സ്യങ്ങളെയും കാണുന്നുണ്ട്, അതുപോലെ തന്നെ ബോട്ട് അല്ലെങ്കിൽ കപ്പല് അല്ലെങ്കിൽ ഷിപ്പും കാണുന്നുണ്ട്. ഇതെല്ലാം എവിടെയുള്ളവരാ? ജലത്തിലൂടെ നടക്കുന്ന ആൾക്കാരാ അല്ലെ? ഇവര് തമ്മിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത മക്കൾക്ക് തോന്നുന്നുണ്ടോ? സൈസിലോ ഷേപ്പിലോ? കളർ നോക്കണ്ട. കളർ ഇപ്പം എല്ലാരും സെയിം തന്നെയാണോ? നമ്മുടെ സമുദ്രത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കടലിലോ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ അക്വേറിയത്തിൽ തന്നെ നോക്കുവാണെങ്കിൽ പല കളറിലും പല വലുപ്പത്തിലുള്ള മത്സ്യങ്ങളെ, കുഞ്ഞു മീനുകളെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് മക്കൾ കളർ ഒന്നും നോക്കണ്ട, നേരെ മറിച്ച് അവരുടെ ആകൃതി ഒന്ന് നോക്കിക്കേ. ആകൃതി എങ്ങനെയാ? ഈ ഒരു വള്ളത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ബോട്ടിന്റെ ആകൃതിയും അതുപോലെ തന്നെ നമ്മുടെ മത്സ്യം അല്ലെങ്കിൽ മീനിന്റെ ആകൃതിയൊക്കെ എങ്ങനെയാ? ഏകദേശം ഒരു സമാനമായ രീതിയിലാണ്. അതിന്റെ മുന്നിലെ ഭാഗവും പിന്നിലെ ഭാഗവും ഒക്കെ ഇങ്ങനെ കൂർത്തിട്ടായിരിക്കുന്നേ അല്ലേ? അപ്പം മക്കൾ ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും അവയ്ക്കൊക്കെ ഏകദേശം എല്ലാവർക്കും ഇതുപോലെ ഒരേ ഒരു ആകൃതി കൊടുത്തേന്ന്? ഒക്കെ ആലോചിച്ചിട്ടുണ്ടോ? എന്തിനായിരിക്കും അതുപോലെ ഒരേ ആകൃതി കൊടുത്തത്? എന്തിനായിരിക്കും? അവരെവിടെയാണോ ജീവിക്കുന്നത് ആ സ്ഥലത്ത്, ആ ഒരു വാസസ്ഥലത്ത് അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി അല്ലെ? നമുക്ക് ഈ കാലൊക്കെ എന്തിനാ തന്നിരിക്കുന്നേ? കൈകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാം, ഫുഡ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ കാലുപയോഗിച്ച് നമുക്ക് നടക്കാം. അങ്ങനെ നമുക്കും ധാരാളം പ്രത്യേകതകൾ അല്ലെങ്കിൽ ധാരാളം ഓർഗൻസ് എന്നൊക്കെ പറയാം അല്ലെ? കുറെ അവയവങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മത്സ്യത്തിന്റെയും കപ്പലിന്റെയും ഒക്കെ കാര്യം നോക്കിക്കേ. അവർക്ക് ഈ വെള്ളത്തിൽ കൂടെ നടക്കാന് വളരെ അവരുടെ ആ ഒരു യാത്ര സുഗമമാക്കാൻ വേണ്ടിയാണ് മക്കളെ അവർക്ക് ഇതുപോലത്തെ ഒരു ഏകദേശം ഒരു കൂർത്ത ഒരു ആകൃതി തന്നിരിക്കുന്നത്. അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ മത്സ്യത്തിന്റെ അനുകൂലനങ്ങൾ എന്ന് നമുക്ക് അവയെ പറയാൻ പറ്റും. അപ്പൊ എന്താണ് അനുകൂലനം? എന്തായിരിക്കും അനുകൂലനം? അതായത് ഒരു ജീവിക്ക് അവരുടെ വാസസ്ഥലത്ത് ജീവിക്കാൻ ആവശ്യമായ അല്ലെങ്കിൽ കുറച്ച് അവരുടെ വാസസ്ഥലത്ത് ഇങ്ങനെ സുഗമമായി ജീവിക്കാൻ കുറച്ച് സവിശേഷതകൾ ഉണ്ടാവും. ആ സവിശേഷതകളെയാണ് നമ്മൾ അനുകൂലനങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ മത്സ്യത്തിന്റെ അനുകൂലനങ്ങൾ ഒന്ന് നോക്കിയാലോ? അപ്പൊ മക്കൾക്ക് എന്താണ് അനുകൂലനം എന്നൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. മത്സ്യത്തിന്റെ അനുകൂലനങ്ങൾ എന്താ? ഒന്ന് നോക്കിക്കേ. തോണിയുടെ പോലെ 2 അറ്റവും കൂർത്ത ശരീരാകൃതി ജലത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കും. അപ്പൊ ഒന്നാമത്തെ എന്താ? നമ്മുടെ തോണിയുടെ പോലെ 2 അറ്റവും കൂർത്ത ഭാഗമാ അല്ലെ? നമ്മുടെ മീനുകളെ ഒന്ന് ആലോചിച്ച് വെക്കുക. എന്താ ഉള്ളേ? ഒരു മീനുണ്ട്. മിസ്സിന്റെ നമ്മുടെ ഇവിടെ ഒരു മീൻ പോകുന്നുണ്ട്. ആ മീനെ തന്നെ ഒന്ന് നോക്കിക്കേ. അതിന്റെ മുൻഭാഗവും അതുപോലെ തന്നെ അതിന്റെ രണ്ടറ്റം മുൻഭാഗവും പിൻഭാഗവും എങ്ങനെയാ ഇരിക്കുന്നേ? തോണിയുടെ പോലെ ഇങ്ങനെ കൂർത്തായിരിക്കുന്നേ. അപ്പൊ അത് എന്തിനു സഹായിക്കും? അതിന്റെ ആ ഒരു യാത്ര വളരെ സുഗമമാക്കാൻ സഹായിക്കും. ഇനി രണ്ടാമത്തെ എന്താണ്? ജലത്തിൽ തുഴയുന്നതിന് അനുയോജ്യമായ ചിറകുകള് ഇല്ലേ? മീനിന്റെ ചിറകില്ലേ? തോണിക്കാണെങ്കിൽ ഒരു തുഴയുണ്ടാവും. അതുപോലെ തന്നെ മീനിന്റെ ചിറക് എങ്ങനെയാ?
മീന് പോകുന്നതൊക്കെ കണ്ടിട്ടില്ലേ? ഇങ്ങനെ ചിറക് കൊണ്ട് ഇങ്ങനെ ജലം ഇങ്ങനെ മാറ്റി 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 അല്ലേ പോകുന്നത് അല്ലെ? അപ്പൊ ആ ഒരു ചിറക് എന്ന് പറഞ്ഞ എന്താണ്? നമ്മുടെ ജലത്തില് ഇങ്ങനെ നീന്തി തുടിക്കാൻ അതിനെ സഹായിക്കുന്നുണ്ട്. ഇനി വേറെ എന്താ ഉള്ളത്? അതിന്റെ വാൽ ചിറകുകൾ. അതിന്റെ സൈഡിലുള്ള ചിറക് മാത്രമാണോ? വാല് നോക്കിക്കേ, വാലിങ്ങനെ വെള്ളത്തിന് ഇങ്ങനെ ഓളങ്ങളെയൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് ഇങ്ങനെ പോകുന്നൊക്കെ കാണാറില്ലേ? അപ്പൊ അതും എന്താണ്? അതിന്റെ യാത്ര ഇങ്ങനെ സുഗമമാക്കും. ഇനി അടുത്തത് നോക്കിക്കേ, അതിന്റെ വഴുവഴുപ്പുള്ള ശരീരം ജലത്തിൽ തെന്നി നീങ്ങാൻ സഹായിക്കുന്നു. അതിന്റെ ആ ചെതമ്പലൊക്കെ മക്കളെ നോക്കിയിട്ടില്ലേ? മീനിന്റെ ഒക്കെ ചെതമ്പൽ ശ്രദ്ധിച്ചിട്ടില്ലേ? അതിന്റെ ഒരു വഴുവഴുത്ത ഒരു ശരീരമായിരിക്കും. അപ്പൊ അതും എന്തിനാണ്? നമ്മുടെ ആ ഒരു ജലത്തിലുള്ള അതിന്റെ യാത്ര സുഗമമാക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ യാത്ര വളരെ മികച്ചതാക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഏതൊരു ജീവി, ഇപ്പൊ മത്സ്യത്തിന്റെ കേസ് പറയുകയാണെങ്കിൽ മത്സ്യത്തിന് അത് എവിടെയാണോ നിൽക്കുന്നത് ആ ജലത്തില് അതിന്റെ യാത്ര സെറ്റാക്കാൻ, അല്ലെങ്കിൽ അതിന് നല്ല രീതിയിൽ ജീവിക്കാൻ അതിനെ സഹായിക്കുന്ന കുറച്ച് സവിശേഷതകളാണ്. എന്തൊക്കെ? നമ്മുടെ ഈ മത്സ്യത്തിന്റെ ചിറക്, അല്ലെങ്കിൽ അതിന്റെ സൈഡിലുള്ള ചിറക്, അല്ലെങ്കിൽ അതിന്റെ രണ്ടറ്റം, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ശരീരം. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ഒരു കഴിവിനെ, അല്ലെങ്കിൽ ആ ഒരു സവിശേഷതയാണ് മക്കളെ നമ്മൾ എന്ത് പറയുന്നത്? അനുകൂലനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അനുകൂലനത്തിന് ഇംഗ്ലീഷ് അറിയണ്ടേ? അഡാപ്റ്റേഷൻ കേട്ടോ. എന്നാ വേഗം എന്റെ മക്കള് തവളയുടെ അനുകൂലനം ഒന്ന് പറഞ്ഞേ. കണ്ടോ, നല്ല പച്ച തവള ഇങ്ങനെ പൊക്കറും കരയുന്ന തവളയല്ലേ? അപ്പൊ തവളേന്റെ ഒന്ന് പറഞ്ഞേ. കരയിലും വെള്ളത്തിലും തവള ജീവിക്കും അല്ലേ? തവള കുഞ്ഞുങ്ങള്, വാൽമാക്രി, അതെവിടെയാ കാണുന്നേ? വെള്ളത്തിൽ കൂടി ഇങ്ങനെ നടക്കുന്നത് കാണാം അല്ലേ? അപ്പം തവളന്റെ പ്രത്യേകത എന്താ? അതിന് കരയിലും ജീവിക്കാൻ പറ്റും, അതുപോലെ തന്നെ എവിടെയാണ്? വെള്ളത്തിലും ജീവിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത എന്താണ്? അതാണ് അതിന്റെ ഒരു അഡാപ്റ്റേഷൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു അനുകൂലനമായിട്ട് നമുക്ക് പറയാൻ പറ്റൂ അല്ലേ? അതിന് ശ്വസിക്കാനുള്ള കഴിവാണ്. ഇനി വേറെ എന്താണ്? വഴുവഴുപ്പുള്ള ശരീരവും തുഴ പോലെയുള്ള കാലുകളും. നമ്മുടെ തവളേന്റെ കാലൊന്ന് ശ്രദ്ധിച്ചേ. കാലെങ്ങനെയാ? നമ്മുടെ കാല് പോലെ ഇങ്ങനെ 5 വിരലും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്? അല്ല അല്ലേ? തുഴ പോലെയുള്ളതാണ് അതിന്റെ കാല് കേട്ടോ. അപ്പൊ അത് എന്താണ്? അതിനിങ്ങനെ നീന്താനും ഒക്കെ സഹായിക്കുന്നുണ്ട്. എവിടെ? വെള്ളത്തിൽ കൂടെ നീന്താനും, അതുപോലെ തന്നെ കരയിൽ കൂടി ഇങ്ങനെ ചാടി പൊക്കറം പോയിട്ട് ചാടാനും സഹായിക്കുന്നു. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ ആ കാല് തന്നെയാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് കേട്ടോ. പിന്നെ കരയിലും അതുപോലെ തന്നെ വെള്ളത്തിലും എന്താണ്? അതിന് ശ്വസിക്കാനുള്ള ആ ഒരു കഴിവ്, ആ ഒരു ഓർഗനും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. തവളയുടെ അനുകൂലനങ്ങൾ നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ എന്തിനെ പഠിച്ചു? നമ്മുടെ ഫിഷിന്റെ അല്ലെങ്കിൽ മീനിന്റെ അനുകൂലനങ്ങൾ പഠിച്ചു. എന്നാൽ മിസ് പറഞ്ഞ ഒന്നും കൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെ. എന്താണ് അനുകൂലനം? മക്കൾക്ക് മനസ്സിലായ അനുകൂലനം എന്താന്ന് മക്കൾ ഇപ്പൊ ആ നോട്ട്ബുക്കിൽ ഒന്ന് എഴുതിക്ക്. എന്താണ് അനുകൂലനം, അല്ലെങ്കിൽ എന്താണ് അഡാപ്റ്റേഷൻ എന്ന് ചോദിച്ചാൽ എന്ത് മനസ്സിലായെന്ന് മക്കൾ ഒന്ന് എഴുതി നോക്കണം കേട്ടോ. ഒന്നും കൂടി മിസ് പറയാം. എന്താണ് അനുകൂലനം? അല്ലെങ്കിൽ മക്കൾ ഇത് നോക്കി എഴുതിയാലും മതി. എന്താ അനുകൂലനം? ഒരു ജീവിക്ക് അതിന്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അനുകൂലനം എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. ഏതൊരു ജീവിയും അവരെവിടെയാണോ താമസിക്കുന്നത് അവിടെ താമസിക്കാൻ സഹായിക്കുന്ന കുറച്ച് സവിശേഷത, അതാണ് അനുകൂലനം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും? An organism has certain peculiarities that help to live in its dwelling place. അവരുടെ വാസസ്ഥലത്ത് ജീവിക്കാൻ സഹായിക്കുന്ന കുറച്ച് പെക്യുലാരിറ്റീസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? എന്നാൽ മിസ് കുറച്ച് ജീവികളുടെയും അവരുടെ അനുകൂലനങ്ങളും കാണിച്ചു തരാം. മക്കൾ ഇത് പകർത്തി എഴുതണം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ബാക്കി ജീവികളും അതിന്റെ അഡാപ്റ്റേഷൻസ് ഒക്കെ ഇതിന്റെ കൂടെ തന്നെ കൂട്ടിച്ചേർക്കണം. അപ്പൊ ഏതൊക്കെയാണ്? ഒന്ന് നോക്കിക്കേ. പരുന്തുണ്ട്, അതുപോലെ തന്നെ എന്താണ്? കൊക്കുണ്ട്, അണ്ണാനുണ്ട്, മരംകൊത്തിയുണ്ട്. പരുന്തിന്റെ പ്രത്യേകത എന്താ? അതിന്റെ കൊക്ക് വളഞ്ഞു മൂർച്ചയുള്ള കൊക്കാണ് അല്ലേ? ഇറച്ചിയൊക്കെ ഇങ്ങനെ ചീന്തി എടുക്കാൻ അതിനെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അതിന്റെ നഖങ്ങൾ ഇങ്ങനെ വളഞ്ഞിട്ടുള്ള നഖമല്ലേ, ഇങ്ങനെ എരേനെ ഇങ്ങനെ പിടിച്ച് വെക്കാൻ പറ്റും. ഇനി അടുത്തത് കൊക്കിന്റെ പ്രത്യേകത എന്താ? അതിന് നമ്മുടെ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിന്നിട്ട് നല്ല നീളമുള്ള കാലുണ്ട്, അതുപോലെ തന്നെ നീളമുള്ള കൊക്കുണ്ട്, പിന്നെ ഇങ്ങനെ വളച്ചെടുക്കാൻ പറ്റിയ നീളമുള്ള എന്താണ്? കഴുത്തുമുണ്ട്. പിന്നെ അണ്ണാൻ എന്താ? അതിന്റെ നഖം. അണ്ണാന്റെ നഖം ഉപയോഗിച്ച് അണ്ണാൻ ഇങ്ങനെ ഏത് മരത്തിലും ഇങ്ങനെ കയറി പോവാനുള്ള ഒരു കഴിവുണ്ട്. പിന്നെ എന്താ? അതിന്റെ കളറാണ് വേറെ ഒരു കാര്യം. കളർ എന്താ? പെട്ടെന്നൊന്നും അങ്ങനെ നമുക്കിങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇനി ഏറ്റവും അവസാനം മരംകൊത്തി എങ്ങനെയാണ്? നല്ല കൊക്ക്. മരം ഇങ്ങനെ കൊത്തി എടുക്കുന്ന ആളല്ലേ? കണ്ടിട്ടില്ലേ മക്കള്? അപ്പൊ മരംകൊത്തിന്റെ പ്രത്യേകത എന്താ? അതിന്റെ കൊക്കിന് എന്താണ്? ഭയങ്കര സ്ട്രോങ് ആണ്. അതാണ് നമ്മുടെ ബലമേറിയ കൊക്ക്
പിടിക്കുന്നതിന് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താ മക്കളെ നോക്കിയേ, എന്താണ് അനുകൂലനം അല്ലെങ്കിൽ എന്താണ് അഡാപ്റ്റേഷൻ? ഒരു ചെറിയ ടോപ്പിക് അല്ലേ ഉള്ളൂ. ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന വളരെ ചെറിയ ടോപ്പിക്കാ അല്ലേ? അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, ഈ ക്ലാസ് ഒന്നും കൂടി ഒന്ന് കാണുക. എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി വീണ്ടും ഒന്ന് കാണുക. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയ നോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഇവിടെ പഠിച്ചതും അതുപോലെ തന്നെ ക്ലാസ്സിൽ പഠിച്ചതും എല്ലാം കൂടി ഒരുമിച്ചിരുത്തിട്ട് നല്ലോണം പഠിക്കുക. എന്ത് ചോദ്യം ചോദിച്ചാലും പെട്ടെന്ന് ഉത്തരം പറയത്തക്ക രീതിയിൽ. ഇപ്പൊ കാക്കയുടെ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ കാക്കയുടെ അനുകൂലനം എന്താണ്, മൊയലിന്റെ എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ വേഗം 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 ഉത്തരം പറയാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് വേണം. അപ്പൊ ഇതുപോലെ കുഞ്ഞു 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 അല്ലെങ്കിൽ അടുത്ത സെക്ഷനുമായിട്ട് മിസ് അടുത്ത ദിവസം വരാട്ടോ. അപ്പൊ അതുവരെ എന്ത് ചെയ്യണം, എന്റെ മക്കളൊക്കെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ആ ഒരു സൈഡിൽ കിടക്കുന്ന ഒരു ബെൽ ബട്ടൺ ഇല്ലേ, ആ ബെൽ ബട്ടൺ പിടിച്ചിട്ട് ഒന്ന് ഞെക്കണം. എന്നാലേ നമ്മുടെ ഈ ചാനലിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ എന്റെ മക്കൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അതൊക്കെ എന്റെ മക്കൾ ചെയ്യണം. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ അടുത്തൊരു കുട്ടി ക്ലാസ്സുമായിട്ട് മിസ് അടുത്ത ദിവസം വരാട്ടോ. അപ്പൊ ടാറ്റ തന്നെ എല്ലാവരും, ബൈ.